പെരുന്നാളിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കൊരു ഡിസേർട്ട് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ബ്രെഡ് അതിൻ്റെ അരികവശമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതൊരു ബൗളിലേക്ക് ഞാൻ 2.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് മാറ്റി വെക്കാം. നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറുകി ഇങ്ങനെ വരും. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഈത്തപ്പഴം കുരിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെയും കട്ട് ചെയ്തെടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ബ്രെഡ് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് നിങ്ങൾ ബ്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പുഡിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഞാൻ ബ്രെഡിൻ്റെ പീസൊക്കെ വെച്ചിട്ടൊന്ന് അങ്ങനെയൊക്കെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക, ഒരു ഭാഗം വിടരുത് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേക്ക് അനുസരിച്ച് എത്ര ലെയർ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റണോ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തത് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിത് വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ബ്രെഡ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ടോപ്പിലായിട്ട് ഞാൻ പിസ്സ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ജസ്റ്റ് വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഒന്നും കൂടെ ബെറ്റർ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായിട്ട് കഴിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കല്ലേ? എന്നാൽ പെരുന്നാളിന്, 1ാമത്തെ പെരുന്നാളിനോ 2ാമത്തെ പെരുന്നാളിനൊക്കെ ഡിസേർട്ട് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ.